നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാധാരണഗതിയിൽ പ്രചരണം എങ്ങനെയാണ്? രാഷ്ട്രീയ നേതാക്കന്മാർ വീടുകളിൽ പോയി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കും. അങ്ങനെ പല സ്ക്വാഡുകളായി വീട് കയറുകയാണ് പതിവ്. കോൺഗ്രസിലെ പുതിയ കെടുതികൾ, അവർക്ക് ഇഷ്ടം പോലെ പണമാണ്. MLA ആയിട്ടേ ഉള്ളൂ, പ്രത്യേകിച്ച് യൂത്ത് വ്യാജൻ. കഴിഞ്ഞ ദിവസം മുണ്ടേരിയിൽ 5 ക്യാമറയായിട്ട് നേരിട്ട് ചെന്ന് ചില റീൽസ് ഷൂട്ടിംഗ് നടക്കുകയാണ്. അതായത് പാലത്തിൻ്റെ നിർമ്മാണം അവിടെ പൂർത്തീകരിച്ച് വരികയാണ്. മുണ്ടേരി കോളനിയുമായി ബന്ധപ്പെട്ട ഏറെക്കാലമായിട്ടുള്ള ഗതാഗത പ്രശ്നത്തിന് സർക്കാർ സംവിധാനമൊരുക്കുന്നു. സ്വാഭാവികമായി അവിടെ പോയി നിന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കണം. പ്രതിപക്ഷ നേതാവ് ഈ അടുത്ത ദിവസം കുറച്ച് മാപ്രകളുമായിട്ട് ചങ്ങാടത്തിൽ പോയതിന് പിന്നാലെ അടിമ ആ മേഖലയിൽ 5 ക്യാമറ. ഒന്ന് ആലോചിക്കണേ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയല്ല, കേവലം ഒരു MLA മാത്രം. അയാൾക്ക് 5 ക്യാമറ കൊണ്ട് നടന്ന് PR വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിലുള്ള പണം ഒന്ന് ആലോചിച്ചേ. അതും പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ. കേവലം 1 വർഷത്തിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ യൂത്ത് വ്യാജൻ MLA ആയിട്ട്. കൂടെയുള്ള PK ഫിറോസ് കത്വ ഫണ്ട് തട്ടിപ്പും ഉന്നാവോ ഫണ്ട് തട്ടിപ്പൊക്കെയായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പണവും ഒരു പണിയെടുക്കാതെ അദ്ദേഹത്തിന് മണിമാളികകൾ പോലും വയ്ക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിൽ പദവികളിലെത്താതെ കോടീശ്വരനായി മാറിയ വ്യക്തികൾ ഈ രീതിയിലുള്ള ആഡംബര ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർ കാണുമ്പോൾ അവരത് ഷൂട്ട് ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിൽ അതാണല്ലോ. ഇവരുടെ ആളൊഴിഞ്ഞ പ്രദേശത്ത് പോയിട്ടുള്ള നാടകങ്ങളെ നാട്ടുകാർ കാണുമ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല, ബാക്കി കണ്ടേ. നിങ്ങളെവിടൊക്കെ പോകും, സംസാരിച്ച് പോയ മാന്യമായിട്ട് പറഞ്ഞു പോയ ഞങ്ങളുടെ എടുക്കുന്ന സുഹൃത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ചെയ്യുന്ന കോപ്രായങ്ങൾ ഫോണിൽ ഷൂട്ട് ചെയ്തപ്പോൾ പോലീസിനെ വിളി. അതായത് ജനമല്ല, ഞാൻ വലിയ ആളാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വല്ല ഫോട്ടോഷൂട്ട് നടത്തിക്കഴിഞ്ഞാൽ ഉടനടി എൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ച് പ്രതികരണശേഷിയുള്ളവർ അല്ലെങ്കിൽ നടത്തുന്ന കോമാളിത്തരം നാട്ടുകാരെ അറിയിക്കാൻ ശ്രമിച്ചാൽ ഉടനടി അവരെ പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുമത്രേ. അതാണ് ജയിച്ചു വന്ന വ്യക്തിയുടെ തിട്ടൂരം. ജനമല്ല, ഞാനാണ് മഹാൻ, ഞാൻ എന്തോ പ്രത്യേക പ്രിവിലേജ് ഉള്ള ആളാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇടങ്ങളിൽ ജനമാണ് യജമാനൻ. ആ യജമാനനോട് കാണിക്കുന്ന പ്രവർത്തനമാണ് ഉടനടി അവരെ തല്ലാൻ ശ്രമിക്കുന്നു, അവരോട് മോശം പദപ്രയോഗങ്ങൾ നടത്താൻ തയ്യാറാകുന്നു. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇതൊക്കെ പറയാൻ ഇവനാരാ? എന്ത് പ്രിവിലേജാണുള്ളത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് MLA സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ജനത്തിൻ്റെ മേൽ കുതിര കയറാൻ വരികയാണ്. എവിടെയെങ്കിലുമൊക്കെ പോയി രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയ കാപട്യങ്ങൾ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ജനം അത് തിരിച്ചറിഞ്ഞ് ഇതുപോലെ ക്യാമറയിൽ എടുക്കുമെന്നേ ഉടനടി അവരുടെ തോളിൽ കയറും, പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അവരെ നിശബ്ദമാക്കും, ഡിലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി. ഇതൊക്കെ പറയാൻ നിങ്ങളാരാണ്? നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് 5 ക്യാമറ ഉപയോഗപ്പെടുത്തി നടത്താം, അത് ഞങ്ങളുടെ അവകാശം. ഇത് കണ്ടു നിൽക്കുന്നവർക്ക് അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കാൻ അവകാശമില്ലത്രേ. അങ്ങ് പുതുപ്പള്ളിയിലെ പുണ്യാളച്ചൻ്റെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ദൃശ്യം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളെ നേരിട്ട് കണ്ടവർക്ക് വോട്ടഭ്യർത്ഥിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ റീൽസിലൂടെയും വീഡിയോകളിലൂടെയും എല്ലാ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള
കൃത്രിമ നിർമ്മിതികളുടെ പിന്നിലാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ വിദഗ്ധന്മാരാണ്. വ്യാജത്തരങ്ങൾ എന്ത് സൃഷ്ടിക്കാം, അതാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖലയെന്ന് കൃത്യമായി വെളിവാകുന്നതാണ് ആ വീഡിയോ. നിങ്ങളെവിടൊക്കെ പോകും? നമ്മളെവിടെ സംസാരിച്ച് പോയ മാന്യമായിട്ട് പറഞ്ഞു പോയ ഞങ്ങളുടെ എടുക്കുന്ന സുഹൃത്ത് ഞങ്ങൾ